എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഞാൻ ഈ വീഡിയോ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക. ഹായ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നെ ഒന്ന് പറഞ്ഞു, ഞാൻ ജിമ്മ് നിർത്തുക, മടുത്തു എന്നൊക്കെ. ഞാൻ ഇത് എന്ത് പറ്റി? അപ്പോൾ ആളുടെ ഫ്രണ്ട്സൊക്കെ ആളെ കളിയാക്കുക, നിനക്ക് ജിമ്മിൽ പോലും വലിയ മാറ്റമൊന്നുമില്ല, നീ വെറുതെ പോകുന്നതൊക്കെ. അപ്പോൾ ഞാൻ ആൾ വന്ന സമയത്ത് വെയിറ്റ് നോക്കിയപ്പോൾ 80 kg, ലേറ്റസ്റ്റ് വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് 72 kg. അപ്പോൾ 8 kg വെയിറ്റ് സ്കെയിൽ മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, പഴയ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ എന്നാ സംഭവം വെച്ചാൽ, നമ്മളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും കുറേ എണ്ണങ്ങൾ വരും നമ്മളെ ഇല്ലാണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇവരെ നമുക്ക് എളുപ്പത്തിൽ കൃമികളെന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ മുമ്പ് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇവർ ഈ പറയുന്ന കേട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പായി നിർത്തുക, അല്ലെങ്കിൽ ഇവരെയൊക്കെ തട്ടി മാറ്റി മുമ്പോട്ടേക്ക് പോവുക. അപ്പം നമ്മൾ ഒരു നാൾ സക്സസ് ആവും, വിജയിക്കും. അപ്പം ഈ പറഞ്ഞതിലൊരു പകുതി മുക്കാലാണ് നമ്മുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് പറഞ്ഞ, അങ്ങനെ നീ വിജയിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. എന്നാലും ഒരു പകുതി തന്നെ വരത്തില്ല. നമ്മൾ ഈ ഹാർപ്പിക്കിനെ വരത്തി കണ്ടിട്ടില്ലേ? 99.99 കീടാണുക്കൾ ഇത് കൊല്ലും. അപ്പം അവിടെയുണ്ട് ഒരു 0.1. കാരണം അത്രയും കമ്പനിക്കാർക്ക് പറയാമല്ലോ 100% കൊല്ലും എന്നുള്ളത്. അപ്പം അവർക്കും അറിയാം. അപ്പം ജീവിതത്തിലുണ്ട്, ടോയ്ലറ്റിലും എപ്പോഴും ഇങ്ങനെ അവശേഷിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഈ പറയുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ വിജയിച്ചാലും നിങ്ങൾ തോറ്റാലും ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഞാൻ ഈ വീഡിയോ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ലൈഫിലും ഇതുപോലത്തെ കൃമികളുണ്ടെങ്കിൽ അവരെ ഒന്ന് മെൻഷൻ ചെയ്യും. അപ്പം അവരറിയട്ടെ, ദൈവമേ ഞാനും ഒരു കൃമിയായിരുന്നല്ലോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഇതിനടിയിലും വരും കുറേ കൃമികൾ. ഞാൻ 1-2 വീഡിയോ ഇട്ടപ്പോൾ അതിനടി വന്നായത് കുറേ കൃമികൾ. അപ്പം അവർക്കുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, മുമ്പോട്ട് പോവുക, വിജയിക്കുക. നെഗറ്റീവ് അടിക്കുന്നവരോട് പോകാൻ പറയുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി സൺഡേ.